ദുബായിൽ വെച്ച് 15 വയസ്സുള്ള ഒരു പെൺകുച്ചിനെ എന്തും ചെയ്യാനാണോ? ഒരു പെണ്ണുപിടിയനല്ല താങ്കൾ നടത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിയമത്തിന് അല്ലെങ്കിൽ ഈ ഒരു നാട്ടിലെ നിയമത്തിന്റെ പരിധിക്ക് താങ്കളുടെ ഫേസ് കാണിക്കാം. ഈ വേൾഡ് റെക്കോർഡിന്റെ ഒരു ഫേക്ക് ആയിട്ടുള്ള വേൾഡ് ഉറപ്പായിട്ടാണ് ചേട്ടാ. ഇത് വേണമെന്നല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ചന്ദ്രനിലോട്ട് തെറ്റാലി വെച്ച് കല്ലടിച്ച ആദ്യത്തെ മലയാളി നിങ്ങളാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് 24,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ലോക റെക്കോർഡ് കിട്ടും. പ്രാർത്ഥന കൃഷ്ണ അവരൊരു സീരിയൽ നടിയാണ്. അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് പോലും എന്താ പറയുക, ഒരു വിക്ടിമിനെ അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വിക്ടിമിന്റെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടുള്ള റീലുകൾ ഇന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യണം. ഈ ആൻസി എന്ന് പറയുന്ന കുട്ടി തന്നെയാണ് മുകേഷിനെ കഴിഞ്ഞ കുറച്ച് റീൽസിലൂടെ വെളുപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എവിഡന്റ് ആയിട്ട് നിങ്ങൾ എന്നെ എന്തോ പറഞ്ഞു, എനിക്ക് പ്രശ്നമല്ല, ഞാൻ പെണ്ണ് പിടിയനാണെന്ന് പറയാം. യെസ്, ഞാനാണ്. പക്ഷെ എൻ്റെ പേരിൽ കേസ് എടുത്തിട്ടില്ല. ഹണി ട്രാപ്പ് എന്ന വാദം ഇവിടെ നിലനിൽക്കോ ചേട്ടാ? ഉറപ്പായിട്ടും. എങ്ങനെയാണ്? അല്ല, ഈ കുട്ടിയുടെ കേസിലാണ് കോർണർ ചെയ്തിട്ട് ഹണി ട്രാപ്പ് എന്ന വാദം എങ്ങനെയാണ് ചേട്ടാ? 5,000 രൂപയ്ക്കൊക്കെ ഹണി ട്രാപ്പ് ചെയ്യാന്ന് പറയുന്നത് എന്റെ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യം. അത് 5,000 രൂപയ്ക്ക് ആയിക്കോട്ടെ, 5,000 രൂപയ്ക്കാണെങ്കിൽ തന്നെയും ഹണി ട്രാപ്പ് എന്ന വാദം ഇവിടെ നിലനിൽക്കുമോ? ഏത് ഹണി? അതായത് ഹണി ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ കുട്ടി വീഡിയോ എടുക്കണം. വീഡിയോ എടുത്തതിന് ശേഷം ആ കണ്ടന്റ് സേവ് ചെയ്ത് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, പുള്ളിയുടെ നഗ്നമായിട്ടുള്ളൊരു വീഡിയോയോ ഫോട്ടോയോ കുട്ടി എടുക്കണം, കുട്ടിയുടെ കൂടെ ഉള്ളതാണെന്ന് പറഞ്ഞ് കുട്ടി എടുക്കണം. എന്നിട്ട് കുട്ടി എന്ത് ചെയ്യണം, എനിക്ക് ഇത്ര കോടി രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ താങ്കളെ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് കുട്ടി നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്യണം. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുന്നതിന്റെ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാൾ ഹാജരാക്കണം. ഓക്കെ, ഞാൻ പൈസ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന്റെ തെളിവ്. കാരണം ആള് ചെയ്ത വീഡിയോയില് ഈ വാദങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഹണി ആദ്യം നമ്മൾ ഫ്രണ്ടിൽ വെക്കണം. ഹണി ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നുകരാൻ പറ്റുള്ളൂ. അതെ അതെ. അപ്പൊ കുട്ടി വീഡിയോ എടുത്തിട്ട് ഒരു ആ വീഡിയോ കുട്ടിയുടെ നേതൃത്വത്തിൽ ക്യാപ്ചർ ചെയ്തിട്ട് സേവ് ചെയ്തതിനു ശേഷം കുട്ടി കോൾ ചെയ്തു. വീഡിയോ എടുത്തതിനു ശേഷം കുട്ടി കാഴ്ചവെച്ച് ഹണി ട്രാപ്പിന്റെ വാദം എത്രത്തോളം വളരെ അധികം വിസിബിൾ ആയുള്ള ഒരു കാര്യം പറഞ്ഞില്ല. ഫെബ്രുവരി 13 ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് കുട്ടിക്കും കുട്ടിക്കുണ്ടായത്, കുട്ടി മാത്രമല്ല അവിടെ മൈനറായിട്ടുള്ള വേറെയും കുട്ടികളുണ്ടായിരുന്നു പറയുന്നുണ്ട്. 3 കുട്ടികളുണ്ടായിരുന്നു പറയുന്നുണ്ട്. അത് പറഞ്ഞത് പ്രമുഖ സോഷ്യൽ വർക്കറായിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കലിന്റെ ഒരു കമന്റിൽ ഞാൻ കണ്ട കാര്യമാണ്. പ്രായം തികയാത്ത കുട്ടികൾ അതിനകത്ത് ഉണ്ടായിരുന്നു, അവരാരും കംപ്ലൈന്റ് ചെയ്തില്ല എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ ചേട്ടാ, ഫെബ്രുവരി 13 പോസ്റ്റ് ചെയ്ത വീഡിയോ, ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആളാരാണ്? അദ്ദേഹത്തിന്റെ വീഡിയോയിലുള്ള കണ്ടന്റ് എന്താണ്? മൈനറിനെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് വീഡിയോയിൽ കാണിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ കോൾ ഔട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ 20 സമയത്ത് എന്താണ് 20-19 സമയത്താണ് ഞാനിത് കോൾ ഔട്ട് ചെയ്യുന്നത്. ആ സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് പുള്ളി ദുബായിലേക്ക് വലിഞ്ഞു? പുള്ളിയുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇട്ട് പിറ്റേ ദിവസം പുള്ളി ദുബായിലേക്ക് വരികയാണ് ചെയ്തത്. ആളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ, പ്രൂഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്നും ആൾ നാട്ടിൽ വരുന്നില്ല? ആൾ എന്തുകൊണ്ട് നിയമത്തിന്റെ സാധ്യതകൾ തുറക്കുന്നില്ല? ഒരു നിയമ വിദ്യാർത്ഥികളുടെ ഒരാൾ ഈ ഒരു ഉത്തരവാദിത്തമാണോ അയാൾക്ക് നേരെ ഇതൊരു അലിഗേഷൻ ആണെന്ന് പറഞ്ഞ് പറയണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്? ആളൊരു നിയമ വിദ്യാർത്ഥിയാണെന്ന് ആൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് നേരെ ഇങ്ങനെ ഒരു സീരിയസ് അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നിവിൻ പോളി ചെയ്തത് എന്താണ്? നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നൊരു സംഭവം വന്ന സമയത്ത് നിവിൻ പോളി പ്രസ് മീറ്റ് വിളിച്ച് നിയമത്തിന് മുമ്പിൽ പുള്ളി ഹാജരായി. നിവിൻ പോളി ചെയ്ത ഒരു മര്യാദ എന്താണ്? അദ്ദേഹം തെറ്റിയില്ല 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ആള് നിയമത്തിന്റെ ഫ്രണ്ടിൽ വന്ന് ആ ഒരു ചോദ്യം ചെയ്യലിലും മറ്റും വിധേയനായി ആളുടെ നിരപരാധിത്വം ഇത് ചെയ്തത്. മുകേഷ് നായരിനെതിരെ ഇത് ഫേക്ക് ഫാബ്രിക്കേറ്റഡ് കേസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ അതിന്റെ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ താൻ പിന്നെ എന്തിനാണ് ഇപ്പോഴും ദുബായിൽ നിൽക്കുന്നത്? നാട്ടിലേക്ക് വരൂ. നിയമത്തിന് മുമ്പിൽ താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിലെ തള്ളക്കി വിളികൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രൂഫുണ്ട്, എനിക്ക് 3 വീടുണ്ട്, ഞാൻ പ്രീമിയം കാർ ഓൺ ചെയ്യുന്നുണ്ട്, എനിക്ക് ഡിഗ്രി ഉണ്ട്, വേൾഡ് റെക്കോർഡ് ഹോൾഡർ, അത് ചാത്തനാണ്, ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പോക്സോ കേസിൽ നിന്ന് നിങ്ങളെ ഊരാനായിട്ടുള്ള നൂലുകളല്ല. അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് നേരെ പോക്സോ കേസിന്റെ ഒരു അലിഗേഷൻ വരുമ്പോൾ നിങ്ങൾ പറയാണ് എനിക്ക് 3 വീടുണ്ട്, ഞാൻ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് MBA ഉണ്ടെന്ന് പറയുന്നുണ്ട്. പോലീസിൻ്റെ നിങ്ങൾ ഇങ്ങനെ പറയൂ? കോടതിയോട് നിങ്ങൾ ഇങ്ങനെ പറയൂ? വീടും കാറും ഉള്ളവനൊക്കെ 15 വയസ്സിന് താഴെയുള്ള പെൺപിള്ളേരെ എന്തും ചെയ്യാന്നാണോ? പിന്നെ എൻ്റെ പോസ്റ്റിന് താഴെ വ്യക്തമായിട്ടൊരു കമന്റ് ഉണ്ട്, എനിക്കിപ്പോഴാ കമന്റ് ചെയ്ത് മനസ്സിലായില്ല. ഈ ഒരു ക്രൈം നടന്നത് കോവളത്ത് വെച്ചിട്ടില്ല, ദുബായിൽ വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. ദുബായിൽ വെച്ച് 15 വയസ്സുള്ള ഒരു പെൺകുച്ചിനെ എന്തും ചെയ്യാന്നാണോ? അത്രയ്ക്ക് നെറികെട്ട അല്ലെങ്കിൽ അത്രയ്ക്ക് നീചനായിട്ടുള്ള ഒരു പെണ്ണുപിടിയനല്ല താങ്കൾ നടത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിയമത്തിന് അല്ലെങ്കിൽ ഈ ഒരു നാട്ടിലെ നിയമത്തിന്റെ പരിധിക്ക് താങ്കളുടെ ഫേസ് കാണിക്കാം. ഷോ യുവർ സെൽഫ്. ഓക്കെ, താങ്കൾ ഇവിടെ വന്ന് നിയമത്തിന് അഭിമുഖീകരിച്ച് നിവിൻ പോളി എന്താണോ ചെയ്തത് അതുപോലെ താങ്കളും ചെയ്യും. അതല്ലേ ശരിക്കുള്ള കാര്യം. അല്ലാതെ താങ്കൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ താങ്കൾ എന്തിനാ നിയമത്തിന് ഭയക്കണം? ഇത് നടന്നത്
കോളത്ത് വെച്ചല്ലേ, ദുബായിൽ വെച്ചിട്ട് അതെ, ദുബായിൽ വെച്ചല്ല. ഓക്കെ. ആളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കമന്റ്സ് അങ്ങനെയാ, ഇത് ദുബായിൽ വെച്ചാണ് നടത്തിയെന്നുള്ളത്. ഒരു 15 വയസ്സുകാരിയുള്ള ഒരു പെൺകുട്ടിക്ക് ഈ ലോകത്ത് എവിടെ വെച്ചും ഇങ്ങനെ അതിക്രമം നടന്നു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കേണ്ട ആ സ്ഥലത്തെ നിയമം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടല്ല. അതിൽ എന്ത് ഇക്വാലിറ്റി അതിനകത്തുള്ളത്? ഇതൊക്കെ എന്ത് മണ്ടെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ, സൊസൈറ്റി മനസ്സിലാവണല്ലോ. അദ്ദേഹത്തിന് പുള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അതെ, എക്സാക്ട്ലി. അതാണ് ഈ പുള്ളി. ചേട്ടാ, ഈ ഒരു കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ പോക്സോ കേസ് എവിഡന്റ് ആയിട്ടുള്ള സംഭവം മാത്രമാണ്. പക്ഷെ ഇതിനെ ന്യായീകരിക്കാൻ വരുമ്പോഴാണ് പുതിയ പുതിയ വകുപ്പുകൾ ഇതിനകത്തോട്ട് കയറുന്നത്. CK എന്ന് പറയുന്ന 2 പേരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ കുട്ടി ഉപയോഗിച്ചു. അത് CKയുടെ അണ്ടർവെയർ അല്ലേ? അതിനിപ്പോ എന്താ? പോക്സോക്ക് ഒരു കുട്ടി വിക്ടിമായി, ആ കുട്ടിക്ക് ട്രോമ ഉണ്ടാവുന്ന ഒരു സീനാണ്. പ്രായം ചെന്ന ഒരു മനുഷ്യൻ അണ്ടർവെയർ ഇട്ടുകൊണ്ട് റൂമിൽ കയറി വരികയും ആ ഒരു കാഴ്ച കണ്ട് മെന്റലി ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. അത് കുട്ടിയാണ് ഏട്ടാ. നമുക്കതൊരു പെണ്ണാണ്, കേസാണെന്ന് പറയുമല്ലോ. അതൊരു കുട്ടിയുടെ കേസാണ്. 18 വയസ്സുള്ള ഒരു കുട്ടിയുടെ കേസാണ്. അതൊരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് ചൈൽഡിന് നേരെ നടക്കുന്ന ഒരു അബ്യൂസാണ്. നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് പെണ്ണ് കേസ്, ഇത് പെണ്ണ് കേസ് എന്ന് ചിന്തിക്കില്ലേ? ഇത് ഒരു കുട്ടിക്ക് നേരെ നടന്ന അതിക്രമമല്ല. അതിനെ ആ രീതിയിൽ റെസ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനകത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു കുട്ടിയാണ്, ലൈക്ക് ആ ഒരു പരിഗണന കൊടുത്ത് ഈ ഒരു കാര്യത്തിന് കൺസെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇതില് മറ്റൊരു കാര്യം. ഇതിന്റെ പ്രൊഡക്ഷൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് മുകേഷിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ആൻസി ആയിരിക്കണം. കാരണം ഈ ആൻസി എന്ന് പറയുന്ന കുട്ടി തന്നെയാണ് മുകേഷിനെ കഴിഞ്ഞ കുറച്ച് റീൽസിലൂടെ വെളുപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതേ കാര്യം ഏഷ്യാൻ ന്യൂസിൽ വാർത്ത വന്ന സമയത്ത് ആൻസിയെ തള്ളി പറഞ്ഞുകൊണ്ട് മുകേഷ് നായർ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. എനിക്കൊന്നും അറിഞ്ഞുകൂടെ ഇതൊരു ജാൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കമ്പനി എന്നെ വെച്ച് ചെയ്താണ്, ഞാൻ വന്ന് അഭിനയിച്ചു പോയി എന്നുള്ളത്. ഞാൻ ഇപ്പോഴും പറയാം, ആൻസിയാണ് ഈ ഒരു കേസിൽ 1ാം പ്രതി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ആൻസിയും അതുപോലെ തന്നെ മുകേഷ് നായരിനെ ഇപ്പോഴും പോലീസ് പിടിച്ചിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അന്വേഷണം നടക്കട്ടെ, ഊർജിതമായിട്ടുള്ള ഒരു നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കട്ടെ. ഇവർ രണ്ടുപേരും ഇപ്പോഴും ഇല്ല, ഇവർ രണ്ടുപേരും കാണാനില്ല, കേരളത്തിൽ കാണാനില്ല. അപ്പം പറഞ്ഞിരുന്നു വെച്ചാൽ ആൻസി ഉത്തരവാദിയാണ്. പക്ഷെ ആൻസിയുടെ റീലിൽ പറയുന്നുണ്ട്, നമ്മൾ മോഡലിംഗ് കൊണ്ടുവരുന്നവരുടെ ആധാർ കാർഡും മറ്റേ വയസ്സും ചോദിക്കേണ്ട ആവശ്യം എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ അജ്ഞതയാണ്. ആ അജ്ഞത പറഞ്ഞുകൊണ്ട് ഒരാളെ ന്യായീകരിക്കുന്നതിൽ എന്ത് ശരിയാണുള്ളത്? ഒരിക്കലും ശരിയല്ല. എനിക്കൊരു കാര്യത്തിനെ പറ്റി അറിവില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റല്ലാതാവുന്നില്ല. പ്രത്യേകിച്ച് ഒരു കുട്ടിക്ക് നേരെ അതിക്രമം വരുന്ന സമയത്ത് അത് തെറ്റ് തന്നെയാണ്. പറയണേ, എനിക്ക് ആ കുട്ടി പറഞ്ഞ കാര്യമാണ്, ആൻസി പറയുന്ന കാര്യമാണ്. എനിക്ക് ആരുടെ ആധാർ കാർഡ് നോക്കാനോ അല്ലെങ്കിൽ കുട്ടിയുടെ ജാതകം നോക്കാനോ ഇതൊരു ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ഇത് വളരെ ബേസിക് ആയിട്ടൊരു കാര്യമാണ്. ഒരാളുടെ വയസ്സ് അറിയാന്ന് പറയുന്നത് വലിയ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈലിലൂടെ കടന്നു പോകുന്ന പല ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ ഒരു സിനിമ ഉണ്ടല്ലോ ചേട്ടാ, പൃഥ്വിരാജും അതുപോലെ തന്നെ ബിജുമേനോനൊക്കെ ഉള്ള അനാർക്കലി സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്. ഈ പൃഥ്വിരാജിനെ കോർട്ടിൽ സ്വീകരിക്കുന്ന സമയത്ത് ബിജുമേനോൻ പറയും, ഇതിനെയൊക്കെ ഫാക്ട് ഫോംസ് ഇട്ട് വളർത്തിയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിന്റെ പ്രായം അറിയാന്ന് പറയുന്നുണ്ട്. ലൈക്ക് അത് ശരിക്കും ഒരു 15 വയസ്സുള്ള പെൺകുട്ടി പോക്സോ റിലേറ്റഡ് സംഭവത്തിനാണ് ആ സിനിമയിൽ പറയുന്നത്. ഒരു പ്രണയകഥ പറയുന്ന രീതി അതാണ്. ഇതേ സെയിം റിയാലിറ്റിയിലുള്ള കാര്യമാണ്. കാരണം നമുക്കൊരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഏജ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഓക്കെ, ജസ്റ്റിഫൈ ചെയ്യാൻ കാര്യമില്ല. അയാൾക്ക് ഏജ് മനസ്സിലാവും. എല്ലാവരെയും പോലെ സമപ്രായക്കാരി അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ ആ തെറ്റിദ്ധാരണ ന്യായീകരിക്കാനുള്ള ഒരു സംഭവമായിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല. ന്യായീകരണമല്ലല്ലോ, നമുക്ക് വ്യക്തമായ ഡോക്യുമെന്റ്സ് വേണം. എടുക്കുന്ന കണ്ടന്റ് ചേട്ടാ ഇല്ലേ, ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ട് നടന്നത്. ആ റിസോർട്ടിൽ ഒരാൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അയാളുടെ ആധാർ കാർഡ് കാണിക്കണം. 15 വയസ്സുള്ള കുട്ടി അവിടെ ആധാർ കാർഡ് കാണിച്ചിട്ടും ആ കുട്ടി 15 വയസ്സാണെന്ന് അറിഞ്ഞുകൂടാന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണമാണ്, അല്ലെങ്കിൽ എന്ത് ന്യായീകരണമാണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവിടെ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ ഷൂട്ട് നടന്ന സ്ഥലത്ത് ഉണ്ടായിട്ടില്ലേ? അപ്പം 15 വയസ്സുള്ള കുട്ടി അവിടെ ഉണ്ട്. അപ്പൊ ഒന്നീ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ 15 വയസ്സുള്ള ഒരു കുട്ടി അവിടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ കോർഡിനേറ്റർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ കുട്ടി പറയുന്നത് 1 വർഷക്കാലമായിട്ട് ഈ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുകാരി ആണെന്നുള്ളത് അൻസിക്ക് അറിയാന്ന് പറയുന്നുണ്ട്. 1 വർഷക്കാലമായിട്ട് ഈ അൻസിക്ക് കുട്ടി അറിയാമായിരുന്നു എന്നാലോചിക്കണം. അപ്പൊ ആ കുട്ടിയുടെ വയസ്സ് അറിഞ്ഞുകൂടാ. വയസ്സ് നോക്കിയിട്ടൊക്കെയാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഡലിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് നേരെയുള്ള ഒരു ഇതാണ്, ചോദ്യം ചെയ്യലാണ്. കാരണം മോഡലിംഗ് ഫീൽഡിൽ നിൽക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഏജ് നോക്കാറില്ലേ? നിങ്ങൾ ഈ മോഡലിങ്ങിനെ റാമ്പ് വാക്കിന് ഇറക്കുന്ന സമയത്ത് ഓരോ ഏജ് കാറ്റഗറിയിലല്ലേ പല ആൾക്കാരെയും റാമ്പിലോട്ട് ഇറക്കുന്നത്? ഏജ് എന്ന് പറയുന്ന ഒരു സംഭവം മോഡലിങ്ങിന് എന്താ പറയാ ആവശ്യമില്ല എന്നാണോ പറയുന്നത്? എനിക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടണം. കാരണം ഏജ്, പ്രത്യേകിച്ച് ചിൽഡ്രൻസിന്റെ കാര്യത്തിൽ ഏജ് ഒരു വലിയ നമ്പർ തന്നെയാണ്. ഏജ് ഇസ് എ ബിഗ് നമ്പർ ഇൻ ദാറ്റ് തിങ്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മോഡൽ കമ്പനിയാണോ ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാറ്റുകളിലാണ്? എനിക്ക് വ്യക്തമല്ല, എനിക്ക് 100% അറിയാത്ത കാര്യമാണ്. ഞാൻ പറയാം, ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്രൂവൽ കൊടുക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. ആളെൻ്റെ അടുത്ത് പറഞ്ഞത് ഇവരുടെ രജിസ്ട്രേഷൻ കട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. രജിസ്ട്രേഷൻ കട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. കട്ട്. അപ്പൊ ഞാൻ രജിസ്റ്റേർഡ് ആണ് അവർ. അതെ. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ പോലീസ് സ്റ്റേഷൻ
മറ്റ് അതോറിറ്റികളായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഞാൻ ഒരാളുടെ കമ്പനിയെ പൂട്ടിക്കാനോ ഒരു കേസ് നടക്കുന്ന സംഭവമാണ്. അതെ അതെ. അപ്പൊ നിങ്ങൾ എൻ്റെ ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഞാൻ ബയസ്ഡ് ആയിട്ട് പറയുന്ന പോലെ നിങ്ങൾ നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താം. വിവരാവകാശത്തിന് കൊടുത്തോ മറ്റു കാര്യങ്ങളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. അല്ലാതെ ഒരു ഇൻഫ്ലുവൻസർ പറയണം ഈ കമ്പനിക്ക് ഇത് ഞാൻ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ ഒരു തരത്തിലും മറ്റേ റേഷൻ കടയിൽ പോലും പ്രിവിലേജ് ഇല്ലാത്തൊരു സംഭവമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കണം എന്നുള്ളേ ഉള്ളൂ. നമുക്ക് ആർക്കും ഇതിനകത്ത് വലിയ കമാൻഡിങ് പവറില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. സൊസൈറ്റിയിൽ ചില മൊമെന്റംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയോളജി കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, നിയമത്തിനെ തിരുത്തി എഴുതാൻ പറ്റൂല, എന്നാലും ചില അനീതികൾക്കെതിരായിട്ട് സംസാരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അത് ഇപ്പം സത്യത്തിൽ മുകേഷ് നായരെ സംബന്ധിച്ചിടത്തോളം കാർത്തികിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സത്യത്തിൽ ഒരുപോലെയാണ്. പക്ഷെ ഇതിൽ കാർത്തികിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിൽ കാർത്തികിനെ മീൻസ് അതായത് ആ ഒരു വഴിയെ കുറിച്ചുള്ള നിയമത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ മുകേഷ് എം നായർ എന്ന വ്യക്തിയെ മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാഗത്താണ്. അല്ലാതെ ഇതൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി സത്യം പറഞ്ഞാൽ ഞാൻ അടക്കമുള്ള ആൾക്കാരെ നിരീക്ഷണത്തിൽ വെക്കാനേ ഞാൻ പറയുള്ളൂ. അതായത് ഇപ്പം പോലീസ് എന്നെ പിടിച്ച ഒരു ഹൗസ് അറസ്റ്റ് ചെയ്ത് എന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് എന്നെ നിരീക്ഷണത്തിൽ വെക്കണം. മുകേഷിന്റെ ഭാഗത്ത് ശരിയുണ്ടോ ഇല്ലയെന്ന് കണ്ടെത്തുന്നവരെ ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്യാൻ വില്ലിങ് ആണ്. എന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ വില്ലിങ് ആണ്. കാരണം എനിക്ക് അത്ര ഉറപ്പുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു കാര്യത്തിന് എന്താ പറയാ ഒരാൾക്ക് നേരെയുള്ള പ്രതികാരം ഫാബ്രിക്കേറ്റഡ് ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസ് എനിക്കെതിരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ എം റെഡി ടു സറണ്ടർ മൈസെൽഫ്. ഞാനത് ചെയ്യാൻ വില്ലിങ് ആണ്. അപ്പൊ അങ്ങനെയുള്ള നിയമ നടപടികൾ എന്നെ കൊണ്ട് എവിടെയെങ്കിലും പൂട്ടിയിട്ടോ എനിക്ക് കുഴപ്പമില്ല, അതെ. കാരണം നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഇന്ത്യയിൽ പറ്റി വോട്ടൊക്കെ ചെയ്യണം. ഞാൻ വോട്ട് ചെയ്യാറുണ്ട്. വോട്ട് ചെയ്യുന്ന ഒരു പൗരന്റെ അവകാശമാണ്. അതിലപ്പുറം ഇതൊരു പ്രതികാരമാണ്. നിങ്ങളൊക്കെ പറഞ്ഞ പോലെ കാർത്തിക്കിന് അസൂയ മൂത്ത് ജലസ് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ കേരളത്തിലെ 6 പേരിൽ ഒരാളായുള്ള യൂട്യൂബിന്റെ ഷോർട്സ് കമ്മ്യൂണിറ്റി അംബാസിഡറാണ്. മെറ്റ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് ഫണ്ട് ചെയ്യുന്നത് എൻ്റെ പേജിലാണ്. എനിക്ക് ഫേക്ക് ആയിട്ടുള്ള വേൾഡ് റെക്കോർഡോ അല്ലെങ്കിൽ എൻ്റെ പഠിത്തത്തിന്റെ ഞാൻ ഒരു BBA കാരനാണ്. അത് ഞാൻ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചെയ്ത എനിക്ക് മറ്റേ വലിയ എന്താ പറയുക ഫേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വലിയ 3 വീടിൻ്റെയോ കാരണവന്മാരുണ്ടാക്കിയിട്ട് സ്വത്തിന്റെ കണക്ക് വെളിപ്പെടുത്തി എനിക്ക് സൊസൈറ്റിയിൽ ഒന്നും വേണ്ട. ഞാൻ എൻ്റെ ആയകാലത്ത് ഒരു 7 വർഷത്തിനിടയിൽ എടുത്ത അംഗീകാരങ്ങളിൽ ചിലത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് നിങ്ങളുടെ വളർച്ചയിലോ ഒന്നിലോ അസൂയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത് താങ്കൾ ബഹുമാനപൂർവ്വം മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വേൾഡ് റെക്കോർഡിന്റെ ഒരു ഉറപ്പായിട്ടാണ് ചേട്ടാ. ഇത് വേണമെന്നല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ പറയാണ് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക നദീതടം ആദ്യമായിട്ട് സന്ദർശിച്ച ആൾ നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ചന്ദ്രനിലോട്ട് തെറ്റാലി വെച്ച് കല്ലടിച്ച ആദ്യത്തെ മലയാളി നിങ്ങളാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് 24,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ലോക റെക്കോർഡ് കിട്ടും. നിങ്ങൾ ഒരു ബ്രാൻഡിന്റെ ടൂത്ത് പിക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേൾഡ് റെക്കോർഡ് കിട്ടും. എങ്ങനെ കിട്ടും? ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒരു സർട്ടിഫിക്കറ്റ് അടിച്ചു തരും. അവരൊരു ഈവന്റ് കണ്ടക്ട് ചെയ്യും. ഒരു 10-24,000 രൂപയുടെ ചെലവ് വരും. 5,000 രൂപ ഉണ്ട് ഈ പറഞ്ഞ പല കാറ്റഗറിയിൽ. ആ ഒരു പേജിൽ നിന്ന് മലയാളികൾ എടുത്തിട്ടുള്ള പലതരത്തിലുള്ള വേൾഡ് റെക്കോർഡുകൾ എങ്ങനെയാണ്. അതിലും എനിക്ക് അറിയാവുന്നൊരു സംഭവമാണ്. ഞാനത് ചേട്ടാ അത് ഗിന്നസ് അല്ല. വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു അതോറിറ്റി എന്റെ അറിവിൽ ഈ 2 കാര്യങ്ങളുള്ളൂ. അതിനുശേഷം എനിക്കറിയാവുന്ന 3ാമത്തെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പറയുന്നത് 5,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ആ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പറയാം ഇങ്ങനെയാണ്. ചേട്ടാ മലയാളികളിൽ തന്നെ ചില ആൾക്കാർ ഇപ്പം എനിക്കൊരു മെസ്സേജ് വന്നതാണ്. മെസ്സേജ് ഇങ്ങനെയാണ്: എൻ്റെ കുട്ടിക്ക് 2 വയസ്സേ ഉള്ളൂ. എൻ്റെ കുട്ടി നടുനിവർത്തി 3 മിനിറ്റോളം ഇരുന്നതിൻ്റെ വേൾഡ് റെക്കോർഡ് കിട്ടി. നിങ്ങൾക്കത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അവിടുത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഞാൻ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യത്തിന് ഈ മെസ്സേജ് എന്നെ അങ്ങോട്ട് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞവരുടെ അടുത്ത്. കാരണം ഒരു കുട്ടിയെ ഇത്ര മിനിറ്റ് സ്ട്രെസ് ചെയ്യിപ്പിച്ചിരുത്തിയതിൻ്റെ പേരിൽ വേൾഡ് റെക്കോർഡ് കിട്ടി. മുമ്പ് ഏതോ സായിപ്പിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം മലയാളികൾ എൻ്റെ ക്വസ്റ്റ്യൻ അത് കിട്ടി. അത് ഞാൻ പോയി റീൽ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം ദേഷ്യം വന്നൊരു സംഭവം അതാണ്. നിങ്ങളുടെ കുട്ടി നടുനിവർത്തി ഇരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ആ കുട്ടി അത്രയും സ്ട്രെയിൻ ചെയ്യിപ്പിച്ച് നിങ്ങൾ എടുത്തിട്ട് വേൾഡ് റെക്കോർഡ് വാങ്ങിച്ചത് എന്തിന്റെ ബേസിലാണ്? അത് ആ വേൾഡ് റെക്കോർഡ് വാങ്ങിച്ചിരിക്കുന്നത് ഈ പ്രസ്തുത പേജിൽ ഒരു കേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കുട്ടിയെ ഓട്ടത്തിന്റെ മാരത്തോൺ ഒരു അണ്ടർ ഏജ് കുട്ടിയെ ഓടിപ്പിച്ചതിന് ശേഷം റെക്കോർഡ് കിട്ടിയ കുട്ടിക്ക്, പക്ഷെ അതൊരു ഇതുമാതിരി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടിയെ ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഇത് ചേട്ടാ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കേസാണ് ഞാൻ പറയുന്നത്. ട്രിവാൻഡ്രത്ത് പാലോട് ഏതോ ഭാഗത്തുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഉടനെ ഒരു സംഭവം നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം ആ ലേഡി എനിക്ക് ഒരു ഉളുപ്പില്ല വായിക്കുക. അവരുടെ കുഞ്ഞു മോളെ അവർ പിന്നെ ഇങ്ങനെ പിടിച്ച് ഇത്രയും നേരം ഇരുത്തിയിട്ട് അതിനെ വേൾഡ് റെക്കോർഡ് പറഞ്ഞാൽ ഈ പ്രസ്തുത ഫേക്ക് പേജിലാണ് പൈസ കൊടുത്ത് റെക്കോർഡ് വാങ്ങിച്ചിരിക്കുന്നത്.
അപ്പൊ ഞാൻ ഈ പറഞ്ഞ ലീഗാലിറ്റിയെ കുറിച്ച് എനിക്ക് ഡീപ്പായിട്ട് ലീഗാലിറ്റി ഒന്നുമല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, പണ്ട് ചില ഇല്ലങ്ങളിൽ ആന ഉണ്ടെന്ന് കാണിക്കാനായിട്ട് സിനിമയിലെ കാണുന്ന കണക്ക് കുറച്ച് പിണ്ടവും ഞങ്ങളെയും ഒരു തടിക്കഷ്ണത്തിൽ കെട്ടിയിടും. ആന കാണത്തില്ല, വരുന്ന ആൾക്കാർ വിചാരിക്കും ഇവിടെ ആന വന്നു പോയിന്ന്. ഇതേ സെയിം സംഭവം തന്നെ. ഇങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ബ്രാൻഡുകളുടെ വർക്ക് അടിച്ചെടുക്കാനായിട്ട് കാണിച്ചു വെച്ചൊരു സംഭവമാണ്. പല മേജർ ബ്രാൻഡുകളുടെയും തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഗിമ്മിക്സിനെ പറ്റി അറിയത്തില്ല. ബോട്ട് ഫോളോവേഴ്സിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ കാര്യത്തിനകത്തുള്ള ജെന്യൂൻ ആയിട്ടുള്ള രീതികളെ പറ്റിയിട്ടോ ഇൻസൈറ്റുകളെ പറ്റിയിട്ടോ അവർക്ക് അറിയത്തില്ല. അവർ നോക്കുമ്പോൾ ഒരു വീഡിയോ, ആ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതോ ആ വീഡിയോന്ന് എത്രത്തോളം സെയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന പ്രായം ചെന്ന പഴയ ബിസിനസ്സുകാർക്ക് അറിയത്തില്ല. ഇവിടുത്തെ മോഡേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനങ്ങളിൽ പോലും ബോട്ട് ഫോളോവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബോട്ട് റെക്കഗ്നൈസബിൾ അല്ലേ? കാരണം ഒരു പ്രത്യേക സമയത്ത് ഇത്രയധികം വ്യൂ നമ്മൾ ഒരുപാട് ഒരു 2 വർഷം മുമ്പുള്ള ടൂൾസ് അല്ല പലരും ഇപ്പം ബോട്ടിനെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലുമൊക്കെ ടേക്ക് ചെയ്യാൻ ഫ്ലാഗ് ചെയ്യാനുള്ള, അതായത് ഫ്ലാഗ്ഡ് ഫോളോവേഴ്സ് ആവുന്ന സംഭവമാണ്. അപ്പോൾ ഇത് ബോട്ട് കയറ്റാന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ ഇൻസൈറ്റ് കൂട്ടാൻ പറ്റും, ലൈക്സ് കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ അതിന്റെ ഇൻസൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു മാനിപ്പുലേഷൻ നടത്തിയിട്ടാണ് പല ഇൻഫ്ലുവൻസേഴ്സും ബ്രാൻഡുകളുടെ വർക്ക് അപ്രോച്ച് ചെയ്യണം. ഇൻസൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ പെർട്ടിക്കുലർ ടൈമിൽ ഒരു സെന്ററിൽ നിന്ന് വരുന്ന മാക്സിമം വ്യൂ അല്ലെങ്കിൽ മാക്സിമം വാച്ച്, ആ വാച്ചിനെ ഒരു സ്പാം ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത് ആണ്. പക്ഷേ ഇപ്പം ചെയ്യേണ്ട ഒരു കമ്പനി ഉണ്ട്, എനിക്ക് ചെയ്യേണ്ട കമ്പനിയുടെ ഒരു വർക്ക് വേണം. ഞാൻ ചെയ്യേണ്ടതുകൊണ്ടെന്ന് 1 കോടി ഇൻസൈറ്റിന്റെ ഒരു റീല് ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുകയാണ് വിത്ത് എ പെർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ ടൈം വെച്ചിട്ട് ഞാൻ കാണിച്ചു, ചേട്ടാ ഇതാണ് എൻ്റെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ചേട്ടനെ കാണിക്കുകയാണ്. സോയുടെ ചേട്ടൻ എന്ത് ചെയ്യും? ഓക്കെ, അവന് ഇപ്പം റീച്ച് ഇത്രയുണ്ട്, അപ്പോൾ എൻ്റെ കണ്ടന്റ് ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ മാറും. ചേട്ടൻ ചെയ്യുന്നു, വ്യൂസ് വരുന്നു. ഒരു ബ്രാൻഡിന് വേണ്ടി ഒരാൾ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്പർ ഓഫ് വ്യൂസ് അല്ല പ്രാധാന്യം, നമ്പർ ഓഫ് വ്യൂസ് എന്നുള്ള കൺവേർഷൻ ആണ്. ഞാനിപ്പോൾ ഈ ഒരു ബ്രാൻഡ്, ഇതൊരു വാച്ച് ബ്രാൻഡാണ്, ചാത്തനാണ്, ഒറിജിനൽ അല്ല. ഇതിന് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒരു 10,000 പേര് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 100 പേരെങ്കിലും അവരുടെ കസ്റ്റമർ ആവണം എന്നുള്ളതാണ് ഞാൻ പാലിക്കുന്ന മാർക്കറ്റിംഗ് എത്തിക്സ്. അതായത് ഞാൻ ആസ് എ ഇൻഫ്ലുവൻസർ ഞാൻ ഒരു ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സെയിലാണ്. എന്റെ വീഡിയോ 1 ലക്ഷം പേര് കണ്ടിട്ടുണ്ടെങ്കിൽ 1000 പേര് ആ ബ്രാൻഡിന്റെ കസ്റ്റമർ ആവണം. അതായത് ആ ഒരു ബ്രാൻഡ് എനിക്ക് 1 ലക്ഷം രൂപ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോയുടെ പൊട്ടൻഷ്യൽ 10 ലക്ഷം രൂപയ്ക്ക് മേലുള്ള സെയിലായിരിക്കണം. ഈ കാര്യം വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യാറുള്ളൂ. ഞാൻ പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളാണ്, എന്റെ രീതി ഇതാണ്. പക്ഷേ ഞാൻ ഇന്നേ ഒരു ഒറ്റ ബ്രാൻഡിന്റെ അടുത്തും അങ്ങോട്ട് പോയി ചെന്നിട്ട് എനിക്ക് വർക്ക് തരണം, ഞാൻ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് എന്ന് പറഞ്ഞ് ഞാൻ വർക്ക് എടുത്തിട്ടില്ല. ഈ 7 വർഷക്കാലമായിട്ടും എപ്പോഴും പറയാം. തുടക്കത്തിലും ചേട്ടാ ഞാൻ തുടങ്ങി വന്ന സമയത്ത് ബ്രാൻഡുകൾ നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് തുടങ്ങി. അപ്പം ഇന്നായാലും നാളെ ആയാലും നമുക്കുള്ള വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ബ്രാൻഡിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ബ്രാൻഡുണ്ട്, കുമ്പായ കുമ്പൂച്ച എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ എനിക്ക് മന്ത്ലി എനിക്ക് വീഡിയോസിന്റെ ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില റെസ്റ്റോറൻറ്റ്സ് അവരൊക്കെ നമ്മൾ വിളിച്ചിട്ട് പറയുന്ന കാര്യം ഇതാണ്, കാരണം ഈ മാസം നമുക്ക് ഇങ്ങനെ ഓഫർ ഉണ്ട്, ഇതൊന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു റൊട്ടേഷൻ ഉണ്ട്. എങ്ങനെ നോക്കി കഴിഞ്ഞാൽ മാസം നമുക്കൊരു ഇത്ര വരുമാനത്തിന്റെ കണക്ക് നമുക്ക് എക്സസ് ചെയ്യാനായിട്ട്. പുള്ളിയുടെ വീഡിയോയിലും പുള്ളി പറയുന്നത് കേട്ടോ, പുള്ളി ഈ വീഡിയോസ് അങ്ങോട്ട് കണ്ട് കാണിച്ച് പുള്ളി എന്തൊക്കെ പറയുന്നുള്ളതാണ്, അല്ലാതെ അതിനകത്ത്. ഇപ്പം ഹൻസി നമ്മുടെ കാര്യം നമ്മൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കാര്യം നമ്മൾ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്ഷൻ കമ്പനി ഇപ്പം മുകേഷ് എം നായർ എന്ന വ്യക്തി നേരിട്ട് ഈ ക്രൈം ചെയ്തില്ല, ക്രൈം വേണമെങ്കിൽ പുള്ളിക്ക് തള്ളിക്കളയാം, കാരണം പ്രൊഡക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം അവരുമായിട്ട് സഹകരിക്കുന്നത്, നിരന്തരം ക്രൈം ചെയ്ത ആൾക്കാരോട് സഹകരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് കൂടുതലാക്കുന്നുണ്ടോ? ഇതിനകത്തുള്ള കാര്യം പറയട്ടെ, വളരെ മാന്യമായിട്ട് ഒരാൾക്ക് നേരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ നിയമത്തിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ് അയാൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആൾ അത് ഡീൽ ചെയ്തിരുന്ന ആൾ നാട്ടിൽ നിന്ന് വലിയ എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു. അതിനുശേഷം ഇത് വാർത്തയായ സമയത്ത് അപ്പോഴാണ് പുള്ളി പറയുന്നത് ഇത് ഇന്നൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി എസ്കേപ്പ് ആവാനായിട്ടുള്ള ചില മെഷേഴ്സ് ആണ് ശരിക്കും അവിടെ കാണിച്ചത്. അതായത് ആളിനെ എങ്ങനെ ഊരാം, അല്ലെങ്കിൽ ആളുകളുടെ തള്ളക്കുള്ളിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം, ഈ ഒരു കാര്യത്തിനുള്ള മറുപടി മാത്രമാണ് പുള്ളി പറഞ്ഞു വന്നത്. പക്ഷെ ഇതെല്ലാം കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യുന്നുള്ളത് സംശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കീലിന് ചിലപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ നിയമത്തിനെല്ലാം ഓരോ പഴുതുകളുണ്ട്. ആ പഴുതുകൾ അടയ്ക്കാത്തിടത്തോളം കാലം നിരപരാധികളെന്നും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും, അപരാധികളെന്നും രക്ഷപ്പെടുകയും ചെയ്യും. ഇത് നമ്മുടെ നാട്ടിൻ്റെ അകത്തുള്ള ഒരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് താങ്കൾക്കെതിരായിട്ട് വന്നതെന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. ഓക്കെ, അല്ല, നിയമം വളരെ ബോൾഡാണ്, വളരെ കൃത്യമായ രീതിയിൽ എന്തായാലും ലോക്ക് ചെയ്യും ആൾക്കാരെ. നമ്മുടെ നിയമവ്യവസ്ഥ ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു ഇന്റർവ്യൂ വേടന്റെ അടുത്ത് പല റിപ്പോർട്ടേഴ്സും ചോദിക്കുന്നുണ്ട്, ഈ നാട്ടിൽ ഇരട്ട നിയമം അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പരിധി വരെ അത് ശരിയല്ലേ? അല്ലേ? അല്ലത്
കൃത്യമായി നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്തിന് മറ്റുള്ള രാജ്യത്തിന്, അപ്പൊ ഞാൻ നിയമവ്യവസ്ഥയുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വിഷയം അതല്ല, എങ്കിലും ജസ്റ്റ് പറഞ്ഞു, നമ്മുടെ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ വളരെ ലിബറൽ ആയിട്ടുള്ള നമ്മുടെ ശിക്ഷാ നിയമം തന്നെ വ്യക്തിയെ മാറ്റിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ആ വ്യക്തിയെ രാജ്യത്തിന് ഗുണകരമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നിയമം സപ്പോർട്ട് ചെയ്യേണ്ട സമയത്തിന് വളരെ കൃത്യമായി കോടതിയിൽ ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാം പൂർണ്ണാർത്ഥത്തിൽ. നമ്മുടെ തികഞ്ഞ വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ ഒരു കാര്യത്തിനകത്ത് എല്ലാ കാര്യങ്ങളും, അതായത് കോടതിയായാലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളിലും വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന് വിമർശിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് വിമർശിക്കാൻ, ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് ഈ നാട്ടിലെ ചില സാധാരണക്കാർക്ക്, ജാതിയിൽ താഴ്ന്ന ചില ആൾക്കാർക്ക് നേരെ നടക്കുന്ന, ഇപ്പം വിശപ്പിന്റെ പേരിൽ മോഷണം നടത്തിയ മധുവിന് ജനങ്ങൾ കൊടുത്ത ദണ്ഡന എന്താണെന്നുള്ളതും, ലൈക്ക് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ കണ്ണിലൂടെ ഓടുന്ന സംഭവമാണ്. എത്ര സത്യങ്ങളെ കള്ളമാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ കള്ളമാക്കിയ ചിലരൊന്നും ഇന്ന് ജീവനോടെ ഇല്ല. തീർച്ചയായും കാലം അവർക്കെല്ലാം പണിഷ്മെന്റ് കൊടുക്കുന്നു. ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷനിലേക്ക് വയ്ക്കാം, പക്ഷെ ക്രൈം ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ കൊളാബ് വീഡിയോ ഇദ്ദേഹത്തിന്, അപ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് സപ്പോർട്ട് ഒരു ചെയ്ത ഒരാളിനെ കൊടുക്കുന്നു. ഉറപ്പായി. അതായത് ഇദ്ദേഹം ചെയ്ത ആ ഒരു വീഡിയോ ഉണ്ട്, ഇദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്. ആ എക്സ്പ്ലനേഷൻ വീഡിയോക്ക് തൊട്ടുമ്പോ വന്ന വീഡിയോസ് എല്ലാം ഇദ്ദേഹത്തിന് നേരെ FIR ചാർജ് ചെയ്തതിനു ശേഷം പുള്ളി വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്ന തരത്തില്, വിക്ടിമിനെ അബ്യൂസ് ചെയ്യുന്ന തരത്തില് ഉള്ള എന്താ പറയാ സ്റ്റേറ്റ്മെന്റ്സ് പുറത്ത് വിടിയിപ്പിച്ചു. പുള്ളിക്കാരന്റെ കൂടെ വർക്ക് ചെയ്യുന്നു പറയപ്പെടുന്ന, കൊളീഗാണെന്ന് പറയപ്പെടുന്ന പ്രാർത്ഥന കൃഷ്ണ, അവരൊരു സീരിയൽ നടിയാണ്. അപ്പൊ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് പോലും എന്താ പറയുക, ഒരു വിക്ടിമിനെ അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ വിക്ടിമിന്റെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടുള്ള റീലുകൾ ഇന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് സൈബർ സെല്ലിൽ ഞാനൊരു പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയുടെ ഇതിന്റെ പ്രകാരം ഞാൻ അവർക്ക് ലിങ്കുകൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയാണ്, ആ വീഡിയോസ് ടേക്ക് ഡൗൺ ചെയ്യുക. കാരണം ഈ പറയുന്ന വ്യക്തിമായുള്ള ആ കുട്ടിക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ വീഡിയോസ് കാരണം ഇപ്പോഴും അവർ അനുഭവിക്കുന്നുണ്ട്. വളർന്നു വരുന്ന അതായത് ഒരാൾക്ക് നേരെ ഒരു FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം അയാൾ വീണ്ടും അതേ കുറ്റകൃത്യത്തിൽ സോഷ്യൽ മീഡിയ വഴി വീണ്ടും ഏർപ്പെടുന്നു എന്ന് പറയുന്നത് ആ കൊളാബുകളിൽ നിന്ന് വ്യക്തമാണ്. അതായത് അദ്ദേഹത്തിനെ ന്യായീകരിക്കാനായിട്ട് ആ വിക്ടിമിന്റെ ഫോട്ടോയും ആ വിക്ടിമിന്റെ ചില കാര്യങ്ങൾ എടുത്ത് പുറത്തിട്ട് ആള് സേഫാണ്, ആള് നല്ലവനാണെന്ന് കാണിക്കുന്നത്. പക്ഷെ ഇതല്ല സംഭവം. നിങ്ങൾ ഇപ്പൊ കുട്ടിയുടെ സമ്മതത്തോടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോക്സോ ആണ്, അത് കുട്ടിയുടെ സമ്മതം അവിടെ ഒന്നും അല്ല. മനസ്സിലായോ? ഇവിടെ ശരിക്കും ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിലുള്ള തെളിവുകൾ നിങ്ങൾ കോടതിയിൽ ഹാജരാക്കി നിങ്ങൾ നിയമത്തിന് ഫേസ് ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ശരിയുള്ള ഒരു കാര്യം. ഞാൻ ഈ കേസ് ഫാബ്രിക്കേറ്റ് ചെയ്താണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കുക. ഞാൻ നിയമപരമായിട്ട് ഞാൻ ഈ നാട് വിട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണ് ഞാൻ എൻ്റെ പാസ്പോർട്ടോ അല്ലെങ്കിൽ എന്നെ ഒരു ഹൗസ് അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊരു ആരോപണം കൂടിയാണ് ഉള്ളത്. അതായത് അമ്മയെ വെറുതെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴിച്ചു, അമ്മയുടെ ഇത് കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്തു എന്നാണ് പ്രാർത്ഥന എന്തോ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് കേസിന്റെ ഗ്രാവിറ്റിക്ക് യാതൊരു തരത്തിലുള്ള വിഷയം ഉണ്ടാക്കില്ല. പിന്നെ ഇവരെന്തിന് ഇതൊക്കെ പറയുന്നു? നിങ്ങൾക്ക് അങ്ങനെ പറയാം, നിങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് ഒരു മാസ് കമ്മ്യൂണിറ്റിയോട് അറിയിക്കാം. നിങ്ങൾ ചെയ്ത റീലുകളിലൂടെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ അതായിരിക്കും. അതായത് നിങ്ങളുടെ അണ്ണൻ അകത്ത് പോയാലും ജനങ്ങളുടെ മനസ്സിൽ അണ്ണൻ എന്താ പറയുക ദൈവമാണ് എന്ന് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് റീലുകൾ ചെയ്യാം. പക്ഷെ ആ റീലുകൾ പോലും അബദ്ധമാണെന്നുള്ളത് കമന്റ് ബോക്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഒരാളെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഒരാളുടെ കാര്യത്തിൽ സത്യം പറയാമല്ലോ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു ഹാൻഡിൽ ചെയ്യേണ്ടത്. വളരെ പക്വതയോടുകൂടി വളരെ ക്രിസ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റുകൾ നിയമപരമായിട്ടുള്ള നോട്ടുകൾ വെച്ചുകൊണ്ട് നാട്ടുകാരിൽ അറിയിക്കാമായിരുന്നു. ആ ഒരു സാധ്യതയ്ക്ക് പകരം നിങ്ങൾ കോമാളിത്തരമാണ് കാണിച്ചത്. നിങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്ത മീൻസ് നിങ്ങൾ കാരണം അയാൾക്ക് കൂടുതൽ പ്രശ്നങ്ങളായെന്ന് ഞാൻ പറയുള്ളൂ. അയാൾക്ക് നേരെ വന്ന 1-2 കാര്യങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാരണം ഉണ്ടായത് ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിൽ ഏറ്റവും മേജറായുള്ളൊരു ആരോപണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നെന്ന് പറയുന്ന ഈ സീരിയൽ നടി പറയുക അത് ഒരു അണ്ടർവെയറിന്റെ പരസ്യത്തിൽ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അത് എന്തോരം വലിയ പ്രശ്നമാണ്. ആ ഒരു കേസിന്റെ ഗ്രാവിറ്റിയെ പറ്റി വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? കാരണം ഇന്ത്യയിൽ ചേട്ടാ 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടി, അത് ആൺകുട്ടിയായാലും അണ്ടർവെയറിന്റെ പരസ്യത്തിൽ വന്നു, അയ്യോ അവന്റെ വയസ്സ് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇങ്ങനൊരു നിയമം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു എന്ന് പറയുന്നതോ ഈ കേസിൽ നൂരാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പൊ അത് മനസ്സിലാക്കാതെ എന്ത്? തീർച്ചയായും അവര് മനസ്സിലാക്കട്ടെ, ഇന്ത്യൻ നിയമത്തെ മനസ്സിലാക്കട്ടെ, കുറച്ചും കൂടെ കൃത്യമായ രീതിയിൽ നമ്മുടെ സൊസൈറ്റിക്ക് പറ്റുന്ന തരത്തിലേക്കുള്ള രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരട്ടെ. അതെ, ഉറപ്പാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാം. ഞാൻ ഇപ്പോഴും അവരുടെ തപ്പില്ല, നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ജെന്യൂൻ എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എവിഡന്റ് ആയിട്ട് നിങ്ങൾ എന്നെ എന്തോ പറഞ്ഞു എനിക്ക് പ്രശ്നമല്ല. ഇപ്പം നിങ്ങൾ അണ്ണനെതിരെ ഞാൻ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് പറയാം ഞാൻ പെണ്ണ് പിടിയനാണെന്ന് പറയാം. യെസ് ഞാനാണ്, പക്ഷെ എൻ്റെ വലിയ കേസ് എടുത്തിട്ടില്ല.
കാരണം എന്താണ്, ഞാൻ പെണ്ണ് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിരുദ്ധമായുള്ള പെണ്ണ് പിടി ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ബീങ് എ പ്ലേ ബോയ് ഇസ് എന്താ പറയുക, മ്യൂച്വൽ കൺസെന്റോടുകൂടിയുള്ള ഒരു കാര്യം ഇസ് നോട്ട് എ ക്രൈം. ഞാൻ ഇപ്പോഴും സത്യസന്ധമായിട്ട് പറയാണ്, ഞാനൊരു പ്ലേ ബോയ് ആണ്. എനിക്കതിൽ സന്തോഷമുള്ളൂ. കാരണം എൻ്റെ ഈ ഒരു യൗവനത്തിനെ ഞാൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന രീതി അതാണ്. വിദേശ രാജ്യത്തുള്ളൊരു സായിപ്പ് ഒരു പ്ലേ ബോയ് ആണെന്ന് പറയുമ്പോൾ അയാൾക്ക് നേരെ സിനിമകളിൽ കൈയടിക്കുന്ന ഒരു പ്രവണത എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്താ സായിപ്പ് ചെയ്തപ്പോൾ ആഹാ, നമ്മൾ ചെയ്തപ്പോൾ ഓഹോ ആണോ? അല്ല. അപ്പോൾ അത് വിട്. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള പോയിന്റ്സ് വെച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ആളിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വാ. അതിനകത്തൂടെ നിങ്ങൾ തെളിയിക്കണം, പ്രവീൺ ഫുഡി എന്ന് പറയുന്ന ഞാൻ അയാൾക്ക് നേരെ റിവെഞ്ച് എടുത്തതാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് തെളിയിക്കണം. ആൾക്കാരെ ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യണം, സത്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇതെൻ്റെ പ്രതികാരത്തിൻ്റെ കഥയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് അവരെ എന്താ പറയുക കൺവിൻസ് ചെയ്യണം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല ആക്സിഡൻസിൽ പലതരത്തിലുള്ള എന്താ പറയുക പട്ടി ഷോ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റൂല. അത് മനസ്സിലാക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. അപ്പം ഫോഴ്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമ്മുടെ നിയമം ചെയ്യുന്നത്. ബാക്കി എല്ലാ കാര്യവും അവരവരുടെ ജനാധിപത്യപരമായ അവകാശം. അതെ, ലീഗലി ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാങ്ക്ടിറ്റിയോടുകൂടി അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ലൈഫും ചെയ്യാം. തീർച്ചയായിട്ടും നിയമം എല്ലാവർക്കും ബാധകമാണ്. റൂൾ ഓഫ് ലോ എല്ലാവർക്കും ബാധകമാണ്. അദ്ദേഹം ഒരു LLB ഗ്രാജുവേറ്റ് കൂടെ ആയ ഓക്കെ, നിയമം പഠിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനും ബാധകമല്ല. ആൾ LLB ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് വേറെ വക്കീലിനോട്ട് വാദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ കാര്യം അയാൾക്ക് വാദിക്കാൻ അയാൾ പോരെ. ഗ്രാജുവേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്. ഓക്കെ. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ നിയമത്തിന്റെ വഴിയെ തന്നെ വരുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അനുഗുണമാകുന്ന രീതിയിൽ, അതായത് സൊസൈറ്റിക്ക് പാകമാകുന്ന രീതിയിൽ അദ്ദേഹം മാറുമെന്ന് മുകേഷ് ചേട്ടനോട് നമുക്ക് പ്രത്യേകിച്ച് ഞാനും ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എവരി വൺ ഡിസർവ് എ സെക്കൻഡ് ചാൻസ്. ഓക്കെ, ഏതൊരാളിനും ഒരു രണ്ടാമത്തെ അവസരം ഡിസർവ് ചെയ്യുന്നുണ്ട്. താങ്കളും ആ ഒരു രണ്ടാമത്തെ അവസരത്തിന് വിധേയനാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിനകത്ത് താങ്കൾ എന്താ പറയുക, താങ്കൾ ഇത്തരത്തിലുള്ള എന്താ പറയുക, താങ്കൾ ഓരോ കാര്യങ്ങൾ രക്ഷപ്പെടാൻ ചെയ്യുന്ന കാര്യങ്ങൾ താങ്കൾക്ക് നേരെയുള്ള ഇറുക്ക് കയറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറി ബോധത്തോടുകൂടി നിയമത്തിനെ ഫേസ് ചെയ്യുക. താങ്കൾ ഒരിക്കലും എന്താ പറയുക, ഈ ഒരു കാര്യം വന്നെന്ന് പറഞ്ഞിട്ട് സൊസൈറ്റിയിൽ താങ്കളെ മാറ്റിയെടുത്തില്ല. കാരണം താങ്കളുടെ സുഹൃത്ത് VJ മച്ചാൻ എന്ന് പറഞ്ഞെടുത്ത് ഇതേപോലെ ബോക്സ് ഓഫീസിൽ പ്രതിയായിട്ടുണ്ടായിരുന്നു. അവനെ നാട്ടുകാരും കല്ലെടുത്ത് എറിയുന്നില്ല. അപ്പോൾ ആ ഒരു സിസ്റ്റം മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ആരും അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ ഒരു സെക്കൻഡ് ചാൻസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. ബി എ ഗുഡ് മാൻ എന്ന് ഞാൻ പറയില്ല, ബട്ട് ബി എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, നമുക്കും നിയമത്തിനും പാകമാവുന്ന രീതിയിൽ, നമ്മുടെ സൊസൈറ്റിക്ക് പാകമാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും താങ്കൾ പോലുള്ള ആൾക്കാർ ഇവിടെ വരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. താങ്കൾക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഒരുമിച്ചിരുന്ന് വിവിധ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതേ മനസ്സോടുകൂടി താങ്കൾ തിരിച്ചു വരണം, ഈ സൊസൈറ്റിയുടെ ഭാഗമാകണം, നല്ല റീലുകൾ, നല്ല ഇൻഫ്ലുവൻസിങ് റീലുകൾ ചെയ്യട്ടെ. നമുക്ക് നല്ലത് വരും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഉറപ്പായും ഞാനത് പ്രതീക്ഷിക്കുന്നു. നന്ദി.